നമ്മൾ രാവിലെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് തിരുവനന്തപുരം കൊച്ചുവേളിയിലെ വലിയ തീപിടുത്തം. അവിടെ ഇൻഡസ്ട്രിയലിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിലായിരുന്നു തീപിടുത്തം ഉണ്ടായത്. ഇത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യം. എന്നാൽ വി വിനോദ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് കൊച്ചുവേളിയിൽ നിന്ന്. വിനോദ്, ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ? അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് എന്തെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? എങ്ങനെ തീ പിടിച്ചു എന്ന്? ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതേസമയം ഈ പുകച്ചുരുളുകൾ ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചാക്ക, അതോടൊപ്പം തന്നെ ചെങ്കൽച്ചൂള, വിഴിഞ്ഞം തുടങ്ങിയ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ രാവിലെ 3 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. മറ്റ് ആളപായമോ മറ്റ് ആ തരത്തിലുള്ള എന്തെങ്കിലും അപായമോ ഇല്ല. പക്ഷേ ഈ നാശനഷ്ടമുണ്ട്. ഏതാണ്ട് ഉടമ പറയുന്നത് 15 ലക്ഷത്തോളം രൂപയുടെയെങ്കിലും, അത് പ്രാഥമികമായൊരു കണക്കാണ്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ തീപിടുത്ത കാരണം സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും സാഹചര്യത്തിലാണോ തീപിടുത്തം, ഇത് കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ KECBയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇവിടെ തൊഴിലാളികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം അവരുടെ ക്യാമ്പുകളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആളപായം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഫയർ യൂണിറ്റുകൾ പൂർണ്ണമായും, ഈ 3 സ്റ്റേഷനുകളിലെ ഫയർ യൂണിറ്റുകളും പൂർണ്ണമായും ഇവിടേക്ക് എത്തിയിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു അപകടം മാത്രവുമല്ല, പുലർച്ചെ മുതൽ തന്നെ കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. ഇതിനടുത്തേക്ക് തീ പടരാതിരിക്കാൻ, കാരണം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്. മറ്റ് നിരവധി കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പെയിൻറ്റ് കമ്പനിയുണ്ട്, അതോടൊപ്പം തന്നെ ഫർണിച്ചർ കമ്പനിയുണ്ട്, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുണ്ട്, പെയിൻറ്റ് കമ്പനിയുണ്ട്. കഷ്ടിച്ച് ഏതാണ്ടൊരു 200 മീറ്റർ മാറി CNG പെട്രോൾ പമ്പുണ്ട്. അങ്ങനെ വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെയും പ്രവർത്തിക്കുന്ന വേളിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഒരുപക്ഷെ തീ കൂടുതൽ പടർന്നിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. ആ ഒരു സാഹചര്യം ഒഴിവായി എന്ന് പറയാം. മാത്രവുമല്ല, ഈ ഫയർ യൂണിറ്റുകളുടെ പ്രവർത്തനം, അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെ മുതൽ കനത്ത മഴ, ഇപ്പോഴും ഇവിടെ മഴ അനുഭവപ്പെടുന്നുണ്ട്. വലിയ ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീ പടരുന്നത്, അത് ആ ഒരു സാഹചര്യം ഒഴിവായി എന്ന് വേണം കരുതാൻ. ഏതായിരുന്നാലും ഒരു വലിയൊരു അപകടത്തിലേക്ക് പോയില്ല. ഒരു സ്ഥാപനം മാത്രമാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരികയും അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റാണ്. പ്ലാസ്റ്റിക്, നമുക്കറിയാം, ഈ കുപ്പിവെള്ളം പോലുള്ള അങ്ങനെയുള്ള ഈ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് ബോക്സ് രൂപത്തിലാക്കി, അത് പ്രോസസ്സ് ചെയ്ത് ബോക്സ് രൂപത്തിലാക്കി പുതിയ നിർമ്മാണം നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കേന്ദ്രമാണ്. ഈ അസംസ്കൃത വസ്തു തയ്യാറാക്കിയെടുക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ വലിയ തോതിൽ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിട്ടുമുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് മറ്റൊരു കമ്പനിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ നിലയ്ക്ക് പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം. ഏതായിരുന്നാലും വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു പോയത്. എന്തോ വിനോദ്, അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ രാത്രി ഉണ്ടായ അപകടമാണ്. അതിന്റെ കാരണം കണ്ടെത്തി വരുന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും ഇത് രാത്രി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്താണ് ഈ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റിൽ അവിടുത്തെ പ്രവർത്തനം എന്താണ്? ജീവനക്കാരുണ്ടായിരുന്നോ? ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തന്നെയാണോ അത്? ഇത് ലൈസൻസ് ഉള്ള സ്ഥാപനം തന്നെയാണ്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിട്ടുള്ളത്. അതായത് ഈ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ വലിയ തോതിൽ ശേഖരിച്ച് ഇവിടെ ഈ കൊണ്ടുവരികയും പിന്നീട് അത് പ്രോസസ്സ് ചെയ്ത് ബോക്സ് രൂപത്തിലാക്കുകയും ചെയ്യുന്നു. അതായത് പ്ലാസ്റ്റിക് കട്ടകൾ ആക്കുന്നു. ആ കട്ടകൾ ഇവിടെ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന രീതി, അതിനു മുൻപുള്ള അസംസ്കൃത വസ്തു തയ്യാറാക്കുന്ന ഒരു യൂണിറ്റാണിത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ തന്നെ, നമ്മുടെ ക്യാമറ വിനോദ് ഒന്ന് ഉയരത്തിലോട്ട് ഒന്ന് പാൻ ചെയ്താൽ, ആ ഒരു തെങ്ങിൻ്റെ ഉയരത്തിലോട്ട് തന്നെ, ഏതാണ്ടൊരു തെങ്ങിൻ്റെ ഉയരത്തിൽ തന്നെ പ്ലാസ്റ്റിക്കുകൾ
ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. അത്രയും ശേഖരമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ മറ്റ് സാധ്യത എങ്ങനെയാണ് ഈ ഒരു തീപിടുത്തത്തിൻ്റെ സാധ്യത എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അത് ഷോർട്ട് സർക്യൂട്ടാണോ, എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണമാണോ, അത് KSEBയുടെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ പരിശോധന. ഇവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്, വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ധാരാളം തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്ത് മറ്റ് തൊഴിലാളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻപുള്ള പ്രോസസ്സ് നടക്കുന്ന ഇടമാണ്. ഇവിടെ നിന്ന് ഈ തരത്തിൽ നമ്മൾ കാണുന്ന കുപ്പികളും മറ്റും കൊണ്ടുവന്ന് അത് അസംസ്കൃത വസ്തുവാക്കി ബോക്സ് രൂപത്തിലാക്കി ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന കേന്ദ്രമാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്, വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടമാണ്. ഇവിടെ ധാരാളം കമ്പനികളുണ്ട്. പെയിൻറ്റ് കമ്പനിയും അതോടൊപ്പം തന്നെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റും കെമിക്കലുകൾ ഉണ്ടാക്കുന്ന കമ്പനിയും ഒക്കെയും തന്നെ ധാരാളം കമ്പനികൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എൽദോ, എന്താണല്ലോ അതിന് വിശദമായിട്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ വിനോദ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ആരെങ്കിലും അവിടെ ഉണ്ടോ? അവരുടെ ഒരു പ്രതികരണത്തിനുള്ള സാധ്യതയുണ്ടോ? ഈ ഇത്രമാത്രം ഈ കുന്നുകൂടി പ്ലാസ്റ്റിക്കുകളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാനൊക്കെ അനുമതി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, പ്ലാസ്റ്റിക് ഇങ്ങനെ ഒരു തീപിടുത്തത്തിലേക്ക് പോയാലോ വളരെ പെട്ടെന്ന് ആളിക്കത്താനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂർണ്ണമായും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരേണ്ടതുമുണ്ട്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നു. അങ്ങനെ ആ നിലയ്ക്കല്ല. ഇവിടെ അങ്ങനെ ഈ ശേഖരിക്കുന്നതിന് മറ്റ് തടസ്സമൊന്നും ഉള്ളതായിട്ട് ഉദ്യോഗസ്ഥരൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ വലിയ അളവിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് ഈ കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്നതാണ്. നമുക്കറിയാം, നഗരത്തിലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് കുപ്പികൾ, അതെല്ലാം തന്നെ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു പ്രോസസ്സ് നടത്തുന്നു എന്നതാണ്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? പിന്നെ വെളുപ്പിനാണെന്നാണ് പറഞ്ഞത്. 3 മണിക്കാണ് വന്നത്. ഇത് ഒരുപാട് തൊഴിലാളികളുള്ള സ്ഥാപനമാണ്. ഒരുപാട് തൊഴിലാളികളില്ല, കുറച്ച് തൊഴിലാളികളുണ്ട്. അവർ 2-3 പേരുണ്ടായിരുന്നു ഇവിടെ താമസിക്കുന്നവരുണ്ട്. അവർ ഇതിൻ്റെ ഇത് കണ്ടുകൊണ്ട് അവർ പിടിച്ചാടി മാറി. ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തിയായിരുന്നു. ഫയർഫോഴ്സ് ഉടനെ എത്തി. ഈ മഴയുണ്ടായിരുന്നു ആ സമയത്ത്? മഴയുണ്ടായിരുന്നു. രാത്രി മുതൽ മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ഒരുപക്ഷെ ഇത് തീ പടർന്നിരുന്നെങ്കിൽ ധാരാളം സ്ഥാപനങ്ങൾ അടുത്ത സ്ഥാപനം ഫുഡിൻ്റെതുണ്ട്, അതുകഴിഞ്ഞ് പേപ്പറുണ്ട്. തൊട്ടടുത്ത് ഫുഡിൻ്റെയും പേപ്പറിൻ്റെയും കമ്പനികളുണ്ട്. അതിൽ തീ പിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും നല്ല CNG പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഒരു ഫർലാങ്ങുണ്ട്. ശരി ശരി. ഇത് വളരെ പെട്ടെന്ന് തന്നെ തീ കെടുത്താൻ സാധിച്ചായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പറ്റിയായിരുന്നു തീ കെടുത്താൻ. വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ AGB തന്നെ വെള്ളം കൊടുത്തു. അവിടെ നിന്ന് കൊണ്ടുവന്ന് 2 വെള്ളം കൊണ്ടുവന്ന് ഇവിടെ കണക്ഷൻ. അതുപോലെ യൂണിറ്റുകൾ ഒരുപാട് ഉണ്ടായിരുന്നില്ല, ഫയർ യൂണിറ്റുകൾ? ഇവിടെ പിന്നെ സേഫ്റ്റി കുറവാണ്. ഇൻഡസ്ട്രിയിൽ കുറച്ച് സേഫ്റ്റി കുറവുണ്ട്. 1-2 കണ്ടി പറഞ്ഞാൽ 4 കമ്പനിക്ക് സേഫ്റ്റി ഉള്ളൂ ഇവിടെ. തടയാനുള്ള സംവിധാനങ്ങൾ ഫയർ യൂണിറ്റ് ഇതിനകത്തുണ്ടോ? ഉള്ളത് 3 അങ്ങനെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ടില്ല. ഇവിടെ IT ഉള്ളൂ. IT തൊട്ടടുത്ത് തന്നെ അത് ഒരു 2 കിലോമീറ്റർ. നേരത്തെ എന്തെങ്കിലും തീപിടുത്തം ഇതുപോലെയൊക്കെ ഇതിനകത്ത് നമുക്ക് ഫാമിലി ഫ്ലാറ്റ്സ് നേരത്തെ മൺവിളയിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ അടുത്ത് തന്നെ AGB കേസ് എടുത്തുണ്ട്. പിന്നെ ചെറിയ അങ്ങനെയുള്ള കേസുണ്ട്. പിന്നെ അപ്പുറത്തിന് ആസിഡ് പ്ലാന്റ് അങ്ങനെ ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ട്. ടൈറ്റാനിയം തൊട്ടടുത്തല്ലേ. പിന്നെ തൊട്ടപ്പുറത്തിൻ്റെ പമ്പുണ്ട്. ഓക്കെ. ഈ കെമിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് അന്തരീക്ഷത്തിൽ പടർന്നാലും ഒക്കെ വലിയ പ്രശ്നമാണ്. ഇപ്പം മഴ വേണ്ട രക്ഷപ്പെട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഏതാണ്ട് പരിവാകും. ആ നിലയ്ക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. വിനോദ്, ഒരു നിമിഷം, ഇപ്പൊ ആ ദൃശ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ തത്സമയം വരെ ദൃശ്യങ്ങൾ ഇപ്പോഴും തീ ഇങ്ങനെ കത്തുന്നത് കാണാമല്ലോ, വലിയ പുകച്ചുരുളും. അത് എന്താണ് വിനോദ്, അത് നിയന്ത്രണ വിധേയമായി തന്നെ തുടരുന്നതല്ലേ? നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എങ്കിലും ചിലയിടങ്ങളിൽ ഈ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. അതായത് ഒരു തീ നമുക്ക് കാണാം. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ തീ അണഞ്ഞിട്ടില്ല. അവിടെ ഈ പല കേന്ദ്രങ്ങളിൽ നിന്നായി വെള്ളം പമ്പ് ചെയ്യുകയാണ്. ഇപ്പോഴും ചെറിയ തോതിൽ ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു പോയിന്റിൽ തീ ഉയരുന്നുണ്ട്. രാവിലെ വലിയ തോതിൽ ഈ കെട്ടിടം മുഴുവൻ കത്തിപ്പോകുന്ന തരത്തിലുള്ള അഗ്നിബാധയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കാര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടായി. നിയന്ത്രണ വിധേയമാണ്. ഈ പുകച്ചുരുളുകൾ ഉയരുന്ന സ്ഥലം അത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അത് അവിടെ ഈ ഒരു തീയുടെ സാന്നിധ്യം
ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ നമ്മൾ കരുതിയത് തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതും. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ അഗ്നിബാധ ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, പുകച്ചുരുൾ ഉയരുന്നുണ്ട്. ഈ പുറമേ ഉള്ള തീ അതുപോലെ തന്നെ കെടാതെ തീ അവശേഷിക്കുന്നു എന്ന ഒരു കാര്യം തന്നെയാണ്. അത് വലിയ അപകടകരമായ കാര്യമല്ല. കാരണം മറ്റിടങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയില്ല. ഈ കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഏറെക്കുറെ കത്തി നശിച്ച് പോയിരിക്കുന്നതിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ ഇതിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ച് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു അപകടത്തിനുള്ള സാധ്യത ഇതിനകത്ത് കുറവാണ്. ഏതായിരുന്നാലും നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ ഫയർ യൂണിറ്റുകൾ പൂർണ്ണമായും ഉണ്ടായിരുന്നു. കുറേയധികം ഫയർ യൂണിറ്റുകൾ മടങ്ങിപ്പോവുകയും ചെയ്തു. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോഴുള്ള യൂണിറ്റിന് കിടത്താവുന്ന സാഹചര്യമേ ഉള്ളൂ. മാത്രവുമല്ല മഴ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശക്തമായ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അപായങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് കരുതാം. ഏതായിരുന്നാലും വളരെ വലിയൊരു അപകടം ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നഷ്ടമാണ്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഉടമ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും വലിയ തോതിലുള്ള അപകടം, നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ പേപ്പറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലൈവുഡുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാണ്. ഇവിടേക്കൊക്കെയും തീ പടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമായിരുന്നു നമുക്ക് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി. അങ്ങനെ നോക്കുമ്പോൾ ഈ മുന്നിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കൂനയ്ക്കൊന്നും തീ പിടിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു, ഏതാണ്ട് ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ വരെ വലിയ തോതിൽ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെയും അടുക്കി വെച്ചിട്ടുണ്ട്. അത് വലിയ വ്യാപ്തിയിലാണ്. ഈ ഒരു കെട്ടിടത്തിൻ്റെ മുൻവശം മുഴുവൻ ആ ഒരു ഉയരത്തിൽ തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അതിലൊക്കെയും തീ പടർന്നിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ തന്നെ ഭാഗമായുള്ള നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. പ്ലാസ്റ്റിക് കുപ്പികൾ ഈ കെട്ടിടത്തിന് മുന്നിൽ അടുക്കി വച്ചിരിക്കുന്നത് ഈ തീപിടിച്ച കെട്ടിടത്തിന് മുന്നിൽ തന്നെയാണ് ഈ കുപ്പികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ തീ പടർന്നിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. അടുത്തുകൂടി KCBയുടെ ലൈനുണ്ട്, തൊട്ടടുത്ത് മറ്റ് സ്ഥാപനങ്ങളുണ്ട്, മറ്റ് ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ആ നിലയ്ക്കൊക്കെയും ഈ സ്ഥാപനങ്ങളെല്ലാം അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇടമാണ്, വ്യവസായ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇടമാണ്. ഇവിടെ സ്ഥാപനങ്ങൾക്ക് ഭൂമിയും അതോടൊപ്പം തന്നെ ലൈസൻസും എല്ലാം നൽകുന്നത് വ്യവസായ വകുപ്പാണ്. അങ്ങനെ വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്ന, സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ സർക്കാർ അനുവദിക്കുന്ന തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള അഗ്നിബാധ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഫയർഫോഴ്സിൻ്റെ ഒരു പ്രയത്നമാണ്. ഇവിടേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ ഈ കെട്ടിടം പൂർണ്ണമായും കത്തി പോകുന്ന ഒരു നില, അവിടെ ഇപ്പോൾ വീണ്ടും അഗ്നിബാധ ഒരു ഭാഗത്ത് കണ്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആ തീ കൂടി കെടുത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്നി ബാധിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു അപകട സാഹചര്യം ഇതിനകം തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പുലർച്ചയോടുകൂടിയായിരുന്നു അപകടം. പരിസരവാസികൾ പറയുന്നത് ഏതാണ്ട് 3 തൊഴിലാളികളെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ പുറത്തേക്ക് പോയി, അവരുടെ ക്യാമ്പുകളിലേക്ക് പോയി. 3 പേരെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ അഗ്നിബാധ ഉണ്ടായപ്പോൾ തന്നെ അവർ പുറത്തിറങ്ങിയതുകൊണ്ട് ജീവാപായം ഉണ്ടായില്ല. അങ്ങനെ ഒരു ആൾനാശം ഉണ്ടാകാതെ കാര്യങ്ങൾ ഒഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്യുകയാണ്. കെട്ടിടത്തിൽ തീ കണ്ട ഒരു പ്രദേശത്ത് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുകയാണ്. നേരത്തെ തീ കെടുത്തിയതാണ്. ഇപ്പോൾ വെള്ളം അത് പമ്പ് ചെയ്ത ഇപ്പോൾ അഗ്നിബാധ കണ്ട സ്ഥലത്ത് വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് അത് കെടുത്താനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. രാവിലെ തന്നെ ഈ 3 സ്റ്റേഷനിൽ നിന്നുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. 3 ഉണ്ടായിരുന്നു. ഒന്ന് AGMB നിന്നും വരുന്നുണ്ട്, പിന്നെ അടുത്ത് നമ്മൾ IT-ന്ന് വന്നു. 3 അങ്ങനെ വരുന്നുണ്ട്. ഈ തൊഴിലാളികൾ എത്ര പേരെ ഉണ്ടായിരുന്നു? 2-3 ഉണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ പുറത്തിറങ്ങി 7 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പുറത്തെ കമ്പനിക്കാരാണ്, അവരറിഞ്ഞിട്ടില്ല ഈ ഫ്രണ്ടിൽ ബാക്കിലെ ഫയർ ആയത്. അപ്പം ഇപ്പുറത്തെ കമ്പനിക്കാർ അവിടെ ആളുള്ളവർക്ക് അറിയാമല്ലോ, ഇവിടെ സ്റ്റാഫ് താമസിക്കുന്നതുകൊണ്ട് അവർക്കറിയാം.
അങ്ങനെ അവരവിടെ പോയി അന്വേഷിച്ചിട്ട് അവരെ തട്ടി അവർ വിളിച്ചതാണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇത് മഴ ഉണ്ടായിരുന്ന ആ സമയത്ത്? മഴ ചാറ്റല്ലേ ഇതുപോലെ തന്നെ. മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന്. ഇല്ലെങ്കിൽ ഇത് ഈ പേപ്പർ കമ്പനിയല്ലേ, ഈ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പേപ്പർ കമ്പനിയാണ്, അപ്പുറത്ത് ഫുഡ് ഇൻഡസ്ട്രീസാണ്, തൊട്ടപ്പുറത്തെ പെയിൻറ്റ് കമ്പനിയാണ്, അപ്പുറത്തെ ഗ്യാസ് കമ്പനിയാണ്. അപ്പോൾ എല്ലാം ഭയങ്കര പമ്പുണ്ട്, ഒരു CNG പമ്പുണ്ട്, പമ്പുണ്ട്, രണ്ട് പമ്പുണ്ട്. പിന്നെ കെമിക്കലിന്റെ എന്തൊക്കെയാണ്? കെമിക്കലുണ്ട്. ഒരു അപകടമാണ് ഒഴിവായതല്ലേ? പിന്നെ ഒരു കസിന കെമിക്കൽ ഒരു കമ്പനിയുണ്ട്, പ്യൂർലെക്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് കമ്പനികളുള്ള അവിടെയൊക്കെ സേഫ്റ്റി ഉള്ള കമ്പനികളാണ്. ഈ പറഞ്ഞ കമ്പനികളെല്ലാം സേഫ്റ്റി ഉണ്ട്. ചില കമ്പനികളിൽ സേഫ്റ്റി കുറവാണ് ഇവിടെ. ഇതിനകത്ത് ഫയർ യൂണിറ്റ് ഇല്ല. അതിൽ വേണ്ടതാണ്. പുതിയ പ്രോജക്റ്റ് അവർ ചെയ്യുന്നുണ്ട്, അതിൽ വരുമെന്നാണ് പറയുന്നത്. ഓരോ വാട്ടർ ഫെസിലിറ്റീസും ഈ സംവിധാനം. കുടിവെള്ളം പോലും ഇല്ല. അത് 2 ആഴ്ചയായി വെള്ളം അടി. നമുക്ക് സ്റ്റോറേജ് വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അത്രയും ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നാട്ടുകാർക്ക് തന്നെ വെള്ളം കിട്ടുന്നില്ല ഇവിടെ. വെള്ളം വളരെ കുറവ് ഇപ്പം. ഏതായാലും ഒരു വലിയൊരു അപകടം ഒഴിഞ്ഞു പോയി എന്നൊരു ആശ്വാസം തന്നെയാണ്. കാരണം ആളുകൾക്കൊന്നും അപകടമില്ല. ഈ സ്ഥാപനത്തിനുണ്ടായ നഷ്ടമാണ്, അതും വലിയൊരു നഷ്ടമാണ്. ഉടമയെ സംബന്ധിച്ച് അതൊക്കെയും വലിയ ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്രധാനമായും വെള്ളക്കുപ്പികളൊക്കെ, അങ്ങനെയുള്ള ഒഴിഞ്ഞ കാലിക്കുപ്പികൾ ഇവിടേക്ക് കൊണ്ടുവരികയും അത് പ്രോസസ്സ് ചെയ്ത് അത് അരച്ച് ബോക്സ് രൂപത്തിലാക്കും, പെട്ടി രൂപത്തിലാക്കി അത് ഇവിടെ നിന്ന് പിന്നീട് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക. അസംസ്കൃത വസ്തു തയ്യാറാക്കുന്ന ഒരു ഫാക്ടറിയാണ് കൂടുതലും ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അങ്ങനെ ആ നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ഒരു കേന്ദ്രത്തിലാണ് പുലർച്ചെ അഗ്നിബാധ ഉണ്ടായത്. ഏതായിരുന്നാലും 3 സ്റ്റേഷനിലെ ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. മുഴുവൻ ഫയർ യൂണിറ്റുകളും ചാക്ക, അതോടൊപ്പം തന്നെ ചെങ്കൽച്ചൂള, വിഴിഞ്ഞം തുടങ്ങി യൂണിറ്റുകളിലെ മുഴുവൻ ഫയർ യൂണിറ്റുകളും ഇവിടേക്ക് എത്തി ഈ തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടു. മഴയുണ്ടായിരുന്നു, അത് ഒരു വലിയ അനുഗ്രഹമായി തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം തോരാതെ മഴ പെയ്യുന്നുണ്ട്, ഇപ്പോഴും ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ, ഈ തീ പടരുന്നതിന് അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ, അതും വലിയ ആശ്വാസമായി. അതായിരുന്നാലും ഈ സ്ഥാപനത്തിൽ മാത്രമാണ് തീ പടർന്നത്. ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലിയ അളവിൽ പ്ലാസ്റ്റിക് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലേക്കൊക്കെയും തീ പടർന്നിരുന്നെങ്കിൽ അതുണ്ടാക്കാവുന്ന ആഘാതം ചെറുതായിരുന്നില്ല. തൊട്ടടുത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. മാത്രവുമല്ല ഈ പുക ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം, അതും മറ്റൊരു കാര്യമാണ്. ഈ കെമിക്കൽ സ്ഥാപനങ്ങളിലൊക്കെ പെയിൻറ്റ് കമ്പനിയൊക്കെയും ഉണ്ട്. അവിടേക്കൊക്കെയും ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ പോയെങ്കിൽ അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം, മാത്രമല്ല CNG പമ്പ്, തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെയും മറ്റൊരു CNG പമ്പുമുണ്ട്. അവിടെയൊക്കെയും സുരക്ഷയുടെ ഭാഗമായി തന്നെ ഫയർ യൂണിറ്റുകൾ സ്ഥാപിച്ചിരുന്നു. ഈ അഗ്നിബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പമ്പുകൾക്ക് സമീപം ഫയർ യൂണിറ്റുകളെ വിന്യസിച്ചിരുന്നു. ഒരു പക്ഷേ തീപിടുത്തം ആ ഭാഗത്തേക്ക്, അഗ്നിബാധ ആ ഭാഗത്തേക്ക് ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ മുൻകരുതൽ എന്ന രീതിയിലാണ് നമുക്ക് ഈ മൂന്ന് യൂണിറ്റുകളും 3 സ്റ്റേഷനിൽ നിന്നുള്ള പൂർണ്ണമായ യൂണിറ്റുകളും ഇവിടേക്ക് ഉണ്ടായിരുന്നില്ല സാർ? രാവിലെ തന്നെ എല്ലാം എത്തിയിരുന്നു. 3 അല്ല, തിരുവനന്തപുരം, ചാക്ക, കഴക്കൂട്ടം, വിഴിഞ്ഞം, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, ഇത്രയും സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഓ ശരി, എല്ലാ യൂണിറ്റുകളും വന്നു. ഏകദേശം 20 യൂണിറ്റ് വന്നു. നമുക്കിത് പെട്ടെന്ന് തന്നെ തടയാൻ പറ്റിയെന്നുള്ളതാണ്. അടുത്തടുത്തൊക്കെ അടുത്ത് പിന്നെ അത് കത്തിപ്പിടിക്കാനുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ തന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ധാരാളം ഉണ്ട്. നമ്മളെ ഓഫീസിൽ ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലേ? അതെ, എല്ലാ യൂണിറ്റിൽ നിന്നും പരമാവധി 20ഓളം യൂണിറ്റ് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വീണ്ടും റീഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് അകത്ത് വേറെ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. വാട്ടർ സ്റ്റോറേജ് ഇല്ല. തൊട്ടടുത്തായിട്ട് AG&Bയുടെ ഫയർ ഫൈറ്റിംഗ് അവരുടെ സിസ്റ്റത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ റീഫിൽ ചെയ്ത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ മഴ ഉണ്ടായിരുന്നത് റൈറ്റ്. ഓക്കെ വിനോദ്, എന്തായാലും പ്രതികരണം തുടരുക. ഞാൻ എന്തായാലും ഒരു ചെറിയ ഇടവേള എടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് വിനോദ് ഇടപെടുന്നത്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ തമ്പോണി വെബ്സിലേക്ക്.